സൈനബാ, എന്താ പണി? ആ, ഞാനെടി അടുപ്പിന്റെ അണിക്കേ കുറച്ച് വിറക് എടുത്തേക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. അല്ല, ഇജെന്താ ഈ നേരത്ത്? ഒന്നല്ലേടി, 2 ദിവസമായി ഇങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിക്കണേ. ഇപ്പളാ പറ്റിയത്. പിന്നെ ആ പീടിയേക്ക് ഒന്ന് പോവാനുണ്ട്. എന്നാ കേറി ഇരിക്കേ, കുറച്ചേരം ഇരുന്നിട്ട് പോവാ. ആ. എന്നിട്ട് എന്തൊക്കെ? അല്ലടി, എന്റെ മരുമോള് ഇവിടെ ഇല്ലേ? ഓളെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ആ, ഓളവിടെ അത് അടിച്ചൊരു തുറക്കൊക്കെ ചെയ്യിച്ചിന്. വൈകുന്നേരം ആയാലും ഈ മക്കൾ ഈ പൊടി ഇങ്ങനെ ചവിട്ടി കയറ്റിട്ടേ ചളിയേക്കാര. അപ്പൊ ഒന്നും കൂടി അടിച്ചൊരു തുറക്കാൻ പറഞ്ഞു ഞാന്. എന്റെ മരുമോള് അവിടെ ഇല്ലേ? ആ, ഓളവിടെ ഉണ്ട്. പിന്നെ ഓൾക്ക് ജോലി കിട്ടിയിരിക്കണ്. ഏതോ ഓഫീസിലാണെന്നാ പറഞ്ഞത്. ജോലി കിട്ടിയോ? ആ, എന്തായാലും ഇപ്പൊ അനക്ക് നന്നായല്ലോ. ഓൾക്ക് ജോലി കിട്ടിയാലും ഇപ്പൊ അനക്കും എന്റെ മകനക്കന്നെ കാര്യം. അതന്നെ പറഞ്ഞത്. അല്ലടി, എന്റെ മരുമോള് ഇപ്പൊ എത്ര വരെ പഠിച്ചിരിക്കണ്? ഓളെന്താ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് പഠിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ലാന്ന് ഓളമ്മ പറഞ്ഞു കേട്ടിക്കണ്. ഞാൻ അതും ചോദിച്ചിട്ടില്ല. എന്താ അത്രൊക്കെ വരെ പഠിപ്പിക്കണ്? ഇപ്പത്തെ കാലത്തുണ്ടോ 10ാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിക്കണ്? ഒരു +2 വരെങ്കിലൊക്കെ പഠിക്കണ്ടേ? എന്നാലല്ലേ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ ഓൾക്ക്. ആ, അതിനനുസരിച്ചുള്ള സാമ്പത്തികം ഒന്നും ഇല്ലാന്നാ ഇപ്പൊ തോന്നണേ. പെരയും കൂടിയൊക്കെ കണ്ടില്ലേ, പഠിപ്പിക്കാനുള്ള സാമ്പത്തികം ഒന്നും ഉണ്ടായിട്ടുണ്ടാവൂല. ആ, ഓല് പാവങ്ങളാണല്ലോല്ലേ. എന്റെ മകന് എങ്ങനെ മളയെ അവിടുന്നൊക്കെ പെണ്ണ് കെട്ടിയിരിക്കണത്? നിങ്ങള് പിന്നെയും കുറച്ച് സാമ്പത്തികം ഉള്ള ആൾക്കാരാണെങ്കിലും വെക്കാം. ഓൽക്ക് അതും ഇല്ലല്ലോ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? ഓൻ പോയി പെണ്ണുണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിയല്ലേ. ഇപ്പൊ ഞമ്മക്കൊന്നും പറയാനുള്ള ഒരു മാർഗം ഇല്ലേ. അല്ല, എന്നിട്ട് ഇപ്പൊ എത്ര ശമ്പളം ഉണ്ട് ഇപ്പൊ എന്റെ മരുമോൾക്ക്? ഒട്ടുണ്ടാ? ആ, ഓൾക്ക് എത്ര 30,000 എന്തോ ശമ്പളം ഉണ്ട് എന്നാ പറഞ്ഞേട്ടത്. പിന്നെ നാളെ രാവിലെ മുതൽ പോവും വേണം. 30,000? എന്തായാലും എന്റെ മകൻക്കും നടക്കും തന്നെ കാര്യങ്ങള് കഴിച്ചിലായി. ആ, 30,000 ഉണ്ടത്ര. അതന്നെ പറഞ്ഞു. ഓൾക്ക് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഓളെ വാപ്പി ഇമ്മി ഉണ്ടാക്കി കൊടുത്തിക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് കാര്യം ഇപ്പൊ എന്റെ മകനിക്കന്നെ. ആ, ശരിയാണ്. ഓളെ വാപ്പി ഇമ്മി ഇപ്പൊ ഓളെ പഠിപ്പിച്ച് ഒരു കരക്ക് എത്തിച്ച്. അതും ഇല്ല. ഞാനേ ഇർട്ടാവല് തുടങ്ങിക്കണ്. ഞാൻ എന്തായാലും പോട്ടട്ടാ. ഇക്ക പീടിയെ പോയിട്ടേ ഓൾക്ക് നാളെ ചോറ് കൊണ്ടുപോകും വേണം. അപ്പൊ അതിന് കൂട്ടാൻ വെക്കാൻ എന്തേലും വാങ്ങും ചെയ്യണം. അപ്പൊ ഞാനവിടെ പോട്ടെ എന്നാലേ. ഞാൻ പിന്നെ വരണ്ട് എന്നാല്. ആ, എന്നാ ഇജ്ജ് പോയിക്കോ. പിന്നെ ഇജ്ജ് ഓളെ കൊണ്ട് നല്ല പണിയെടുപ്പിച്ചോളൂ. ഇനിയിപ്പൊ അതിനൊക്കെ തന്നെ ഓളെ പറ്റുള്ളൂ. എന്തായാലും പെരേന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പണിക്ക് ഓൾക്ക് പറ്റൂല. 10 പൈസ കൊടുന്ന് തരാനും ഓൾക്ക് പറ്റൂല. ഇജ്ജ് എന്തായാലും ഓളെ കൊണ്ട് നല്ലൊരു പണിയെടുപ്പിച്ചോളുണ്ട്. അപ്പൊ എന്തിനാപ്പൊ ഓളങ്ങനെ വെറുതെ ഇരുത്തേണ്ട ആവശ്യം? മരുമോളാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കൊഞ്ചിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊന്നാണ് പണിയെടുപ്പിച്ചോളുണ്ട്. ഓളന്നെയാണ് ഈ പെരന്റെ ഉള്ളത്തെ എല്ലാ പണിയോളും എടുക്കല്. ഞാൻ അങ്ങനെ പണിയോളൊന്നും എടുക്കലില്ല. ഇനിയിപ്പോ എന്താപ്പൊ ഓൾക്കൊരു ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ ഓളെ കൊണ്ട് തന്നെ ഞാൻ അടുപ്പിക്കും. എന്നാ ആയിക്കോട്ടെ, ഞാൻ പോട്ടെട്ടാ. ഓൾക്ക് നാളെ നേരത്തെ ക്ലാസ് ഉണ്ടേനു. ആ, മൈമാക്കാന്റെ പീടിയെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങട്ടെ. ഞാൻ പോയിട്ട് എന്തേലൊക്കെ കൂട്ടാണ്ടാക്കി കൊടുത്തേക്കണ്ടേ. ആ, എന്നാ ആയിക്കോട്ടെ. എന്നാ ഇജ്ജ് പോയിക്കോ. ഇപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. ഒരു പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളതിനെ കൊല്ലാൻ പറഞ്ഞ എന്റെ മകൻ കേൾക്കൂല. അപ്പൊ ഓൾക്ക് ഓളെ തന്നെ മതി. ഈ പെരക്ക് എത്ര കടങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വീട്ടാൻ ഓൻ ഒറ്റക്ക് ചെയ്യണ്ടേ? ഇപ്പത്തെ കാലത്ത് ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാര്, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്ത ആൾക്കാര്. ആരമ്മ വന്നീന്ന്? അതാ ജമീലാണ്. അതെ, ഓളെ മരുമോൾക്ക് ഏതോ വലിയ കമ്പനിയിൽ ജോലി കിട്ടിയിരിക്കണത്ര. അത് വരാൻ വേണ്ടി വന്നാണ്. അല്ലടി, ഇജ്ജ് പഠിച്ചിട്ടൊന്നുമില്ലേ? ആ, അത്യാവശ്യത്തിനൊക്കെ ഉള്ളത് പഠിച്ചിരിക്കണു.
എന്ത് ഈ 10ാം ക്ലാസ്സോ? ഇപ്പത്തെ കാലത്ത് 10ാം ക്ലാസ് കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല, ഒരു ജോലി എവിടെയും കിട്ടൂല്ല. അന്ന് +2 ഒന്നും പഠിപ്പിക്കാനുള്ള ഒരു സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ഉപ്പാന്റെ അടുത്ത്. ഇപ്പോഴും ഇല്ല. ഇപ്പത്തെ കാലത്ത് ഉണ്ടല്ലോ ഇങ്ങനെ സാമ്പത്തികം ഒന്നും ഇല്ലാത്ത ആൾക്കാര്. ഇത്രക്ക് ദാരിദ്ര്യം പിടിച്ച ആൾക്കാരങ്ങളൊക്കെ. ഒരു കുട്ടികൾക്ക് ഒരു +2 വരെങ്കിലൊക്കെ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അതും കൊടുത്തിട്ടില്ല. എന്നിട്ട് അങ്ങനെ കെട്ടിച്ച് പറഞ്ഞയച്ചിരിക്കുക. ഏ ഓളെ പറഞ്ഞത് ഓൾക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഇനിയും പറയും. എന്താടോ മുഖം അല്ലാതിരിക്കണ്, എന്ത് പറ്റി? അതിക്ക ഇന്നേ ആ ജമീൽ താത്ത വന്നീന്നു. എന്തിന്? ഓലെ മരോൾക്ക് ഏതോ വലിയ കമ്പനിയിൽ എന്തോ ജോലി കിട്ടിയിരിക്കണ്. പിന്നെ മാസം 30,000 സാലറി ഉണ്ട് എന്നൊക്കെ ഉമ്മാനോട് പറഞ്ഞിരിക്കുന്നു. അതിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണ്? ഓൾക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ എന്തിനാ ഇക്ക സങ്കടപ്പെടുന്നത്? പിന്നെന്താ എന്റെ പ്രശ്നം? ഇമ്മ ആ പേരും പറഞ്ഞിട്ട് ഇന്നെ കൊറേ ചീത്താർന്ന്. എനിക്ക് പഠിപ്പില്ല, വിദ്യാഭ്യാസം ഇല്ല, എന്റെ പെരക്കാരെന്തോ എന്നെ പഠിപ്പിച്ചില്ല, ജോലി ഉണ്ടാക്കി തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ചീത്താർന്നു. വേറെ എന്തൊക്കെയാ പറഞ്ഞു? ഞങ്ങൾ ദരിദ്രവാസികളാണ്, പിന്നെ പിന്നെ ബാക്കി പറയ്. ഒന്നുമില്ല, അങ്ങനൊക്കെ പറഞ്ഞു. എന്നാലേ ഞാൻ ഇപ്പൊ വരാം, ഉമ്മാനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇക്ക എനിക്കാണ് ഇതിനോട് പറഞ്ഞാണോ പ്രശ്നം. എന്താണ്? നിങ്ങൾ എന്തിനാ ഇവളെ ചീത്ത പറഞ്ഞത്? ഞാൻ ഓളൊന്നും പറയാനൊന്നും പോയിട്ടില്ല. നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? ശരിയാണ്, എന്റെ പെണ്ണുങ്ങൾക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവാണ്. എന്നാലും നിങ്ങളെ ഒരാളത് കണ്ടിട്ടേ ഓളെ താരതമ്യം ചെയ്യേണ്ടിയിരുന്നില്ല. പുണ്യാവതി അപ്പോത്തിന് അത് എന്റെ അടുത്ത് എത്തിച്ചു. വല്ലാത്തൊരു പെണ്ണെന്നെയാണ് ജി. ഓള് ഇന്നോടല്ലാതെ വേറെ ആരോടെ പറയാ? ഞാൻ ഓളെ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല, നിക്ക് നന്നായിട്ട് അറിയാം. ഇവളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഈ പെരന്റെ ഉള്ളിക്ക്? ഒരു 10 പൈസയുടെ ഉപകാരം ഉണ്ടോ ഓളെ കൊണ്ടോ ഓളെ പെരക്കാരെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലും? ഇജി നയിച്ചേ മാത്രല്ലേ ഓള് തിന്നണത്. ഇവൾക്ക് ഇവിടെ വേറെ എന്താ പണിയുള്ളത്? ഈ തിന്നാ കുടിച്ചാ കിടന്നുറങ്ങാം, ഇത് മാത്രല്ലേ ഓൾക്കുള്ളൂ. പിന്നെ ഈ പേരന്റെ ഉള്ളത്തെ പണിയൊക്കെ പിന്നെ ആരെടുക്കണ്? നിങ്ങളാണോ? ഒരു 2 പാത്രം കേൾക്കും, ഒന്ന് മിറ്റടിച്ചൊരു, ഒന്ന് അടിച്ചൊരു, തുറക്കും. ഇതൊക്കെ തന്നെയല്ലേ ഓൾക്ക് പണി. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 തിരുമ്പാനും ഉണ്ടാവും. ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ഈ പെരന്റെ ഉള്ളിൽ എടുക്കുന്നത്. പിന്നെ അടുക്കളയിൽ വെച്ചുണ്ടാക്കല് പിന്നെ ആരാ? ഈ പറഞ്ഞ പോലത്തെ പെരന്റെ ഉള്ളിൽ പണിയോളൊന്നും ഇവിടെ ഇല്ല. എല്ലാ പെരോളും ഉണ്ടാവും, പക്ഷെ ഇവിടെ അത്രക്ക് പണിയോളൊന്നും ഇല്ല. ഓളെ ഭാഗം നിന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞോ? ഒരു പണിക്കും ഓൾക്ക് പോവാൻ വെജാന്നല്ല, ഒരു വിദ്യാഭ്യാസം ഒന്നുമില്ല. നിങ്ങൾ ഇന്നെ കൊണ്ടേ കൂടുതൽ പറയിപ്പിക്കണ്ട. ഇഞ്ചൊന്നും ഉണ്ടാതിരുന്ന ഓരോരുത്തരുടെ വാക്കും കേട്ടിട്ടെ ഇങ്ങനെ താരതമ്യം ചെയ്യ. നമ്മക്ക് പഠിനൊരു കാലം വരും, നോക്കിക്കോ. അധികം വൈകൊന്നും വേണ്ട. കണ്ടില്ല ആ ജമീലാന്റെ പെണ്ണിനെ മാസം 30,000 അത്ര ശമ്പളം. ഒന്ന് നോക്കിജി, ഒരു +2 വരെങ്കിലും പഠിച്ചിക്കണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി വേണ്ട, ഒരു 10,000 ഇങ്ങോട്ട് കിട്ടൂലേ? അതില്ലല്ലോ. ആ പൈസ കൊടുക്കലൊക്കെ അധിക കാലം വരെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടോളുണ്ടി, നിങ്ങളത് മാറ്റി പറയണൊരു ദിവസം വരും. പിന്നെ അതൊന്നും ഒരിക്കലും ഞാൻ മാറ്റി പറയില്ല. ആ പെണ്ണ് നല്ല പെണ്ണ, നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉള്ള പെണ്ണാണ്. അതുകൊണ്ടേ എനിക്കൊരിക്കലേ മാറ്റി പറയേണ്ട അവസ്ഥ ഒന്നും ഉണ്ടാവൂല. എന്റെ പെണ്ണുങ്ങളെ വാക്കും കേട്ടിട്ടേ ഇമ്മാനോട് ഇങ്ങനെ വന്ന് തുള്ളല്ലേ ചെജ്ജ. നാണെന്നുണ്ടെങ്കിൽ ആ +2 കണ്ട് എഴുതിപ്പിച്ചിങ്ങാണ്ടേ വല്ല പണിക്കും പറഞ്ഞേക്കാന്ന് നോക്കെ. എന്നോട് ഞാൻ തുള്ളാൻ വന്നിക്കും. സൈനബ, സൈനബ. ആ ജമീലെ, എന്താ നേരത്തെ വരുന്നീ? ഒന്നും പറയണ്ടടി, എന്റെ കഷ്ടകാലം അടുത്തു. കഷ്ടകാലം അടുക്കേ? എന്തൊക്കെ പറയണ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അന്റെ പെരേത്തോരൊന്നും അവിടെ ഇല്ലേ? നേരത്തെ ഒറ്റക്ക് കൊണ്ട് പോന്നിക്കണ്. 2 ആളും അവിടെ ഇല്ല. 2 ആളും പുറത്തുനിന്ന് എന്താ ഭക്ഷണം കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിന്ന്.
ഇനി എപ്പോഴാണ് അവ കേറി വരിക, ഒന്നും പറയാൻ പറ്റൂല. ആകെ ഇടങ്ങാറായിക്കണ്. ഈ പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടേ ഒന്നും ഉണ്ടാവൂല. വെറുതെ നമ്മളാക്കെ വിചാരിക്കണത്. ഇജ്ജ് അന്നാ പോക്കോയതാണല്ലോ, പിന്നെ അന്നെ ഈ പരിസരത്തൊക്കെ ഒന്നും കണ്ടിട്ടില്ല. ഇജ്ജ് എവിടെയാണ് ഇത്രയും ദിവസം? എങ്ങനെ എന്നെ പുറത്ത് കാണുക? 24 മണിക്കൂർ ഈ പണിയോള് മാത്രല്ലേ ഉള്ളൂ. അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന നേരമില്ലല്ലോ. പണിയെടുത്താൽ എന്താ, മാസം 30,000 ഉറുപ്പ്യല്ലേ എനക്കൊക്കെ കിട്ടണത്. അന്റെ ഒക്കെ ഒരു ഭാഗ്യേ. ഒലക്കാണ്. അവളെ ആദ്യത്തെ മാസമൊക്കെ നിക്ക് പൈസ തന്നീന്. പിന്നെ പിന്നെ അതും ഇല്ലാതായി. എത്ര ദിവസമായി 10 പൈസ തന്നിട്ട്? ഈ പെരന്റെ ഉള്ളില് പണിയെടുക്കല് മാത്രേ ഉള്ളൂ. ഇന്റെ എന്തേലും ആവശ്യത്തിന് ചോദിച്ചാലും 1 ഉറുപ്പ്യ തരൂല. പിന്നെ എരക്കണ രണ്ടാളോടും. ഇങ്ങനൊക്കെയാണ് അവിടെ നടക്കണത്. വല്ലാത്തൊരു കഷ്ടം. ഇത് എന്റെ മരുകളോട് ഇനി അങ്ങനെ ഒന്നും തിരക്കും പാടിയൊന്നും കൂടാൻ നിക്കണ്ട. പണി ഇല്ലാതിരിക്കണ തന്നെ നല്ലത് പറ്റങ്ങൾക്ക്. പണി ഉണ്ടായിട്ടുണ്ടെങ്കിലേ പിന്നെ ഞമ്മളൊന്നും കണ്ണു പിടിച്ചൂല. നിന്റെ അനുഭവം അതാണ്. ഞാനവിടെ പോട്ടെട്ടാ. നീ ചെന്നിട്ട് കൊറേ പണികളുണ്ട്. പിന്നെ ഇനി പോല് വരുന്നതിന് മുന്നേ ഞാൻ പെരേക്ക് എത്തും വേണം. എന്നാ പൊയ്ക്കോ. നേരല്ലെങ്കിലോ ഇരുട്ടയക്കണ്, നോക്കി പൊയ്ക്കോളുണ്ട്. ഈ വാതിൽ അടച്ചാളാ. ആയിക്കോട്ടെ, ഞാൻ അടച്ചോളാം. ഈ പൊയ്ക്കോ. എന്താ അമ്മ, ജമീൽ താത്താന്റെ മരുവൾക്ക് ഐക്കും വലിയ കമ്പനിയിൽ ജോലി കിട്ടിയോ? നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഓളെ മരുവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ എന്തായി? ഇപ്പൊ ഇങ്ങക്കാണ് സുഖം. അത് കളഞ്ഞു കുളിക്കാൻ നിക്കണ്ട നിങ്ങള്. എടാ മോളുമ്മാനോട് ക്ഷമിക്ക്. ഞാൻ വിചാരിച്ചിരുന്ന പൈസയാണ് എല്ലാത്തിനും വലുതെന്നാ. പക്ഷെ എപ്പോഴാണ് മനസ്സിലായത് ഉമ്മാക്ക് സ്നേഹാണ് വേണ്ടത് എന്നുള്ളത്. ഉമ്മാടെ കുട്ടി ഉമ്മാക്ക് പുറത്ത് കാട്ട്. സാരല്ലേ ഉമ്മ, അതൊന്നും കുഴപ്പമില്ല. ഉമ്മാനോട് ആരാ പറഞ്ഞത് 10ാം ക്ലാസ് കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടൂലെന്ന്? 10ാം ക്ലാസ് കഴിഞ്ഞാല് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു കടയിലാണെങ്കിൽ പോലും നമുക്ക് ജോലി ചെയ്യാം. പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഞാൻ പോയി കഴിഞ്ഞ അമ്മ ഒറ്റക്കാവൂലേ? ഇക്കയും പോവൂലെ ഇവിടുന്ന് നേരം വെളുത്താല്? പിന്നെ ഈ പേരന്റെ ഉള്ളത്തെ എല്ലാ പണികളും ഉമ്മ ഒറ്റക്ക് എടുക്കണം. അതൊക്കെ വിചാരിച്ചിട്ട് അമ്മ ഞാൻ പോവാതിരുന്നത്. എന്റെ വാപ്പ ഇമ്മിക്ക ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസമൊക്കെ തന്നിക്കണം. സംഭവം ശരിയാണ്, ഞങ്ങൾ പാവങ്ങളാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ദരിദ്രവാസികളാണ് എന്ന് വിചാരിച്ചിട്ട് വിദ്യാഭ്യാസം തരാതിരുന്നിട്ടില്ല. ഇക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമൊക്കെ എൻ്റെ ഉപ്പ എനിക്ക് തന്നിക്കണം. ഉമ്മ വിഷമിക്കണ്ട. ഉമ്മാനോട് ഒരു ദേഷ്യമില്ല. എന്നും ഉമ്മാന്റെ നല്ലൊരു മരുമകളായിട്ട് നിൽക്കാൻ തന്നെ എനിക്ക് ഇഷ്ടം. പിന്നെ അത്യാവശ്യത്തിന് ഇക്ക പോണുണ്ടല്ലോ, നമ്മളെ ആവശ്യങ്ങൾ അങ്ങനെ നടത്തുന്നില്ലേ? അത്രേ ഞാനും വിചാരിച്ചിട്ടുള്ളൂ.